Hello everyone, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി പ്ലസ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനലൈസിസ് ചെയ്യും. നമ്മുടെ ഒരു റെഗുലർ വ്യൂവറാണ് നമ്മുടെ വിനായക് മോഹൻ. അപ്പോൾ ആക്ച്വലി അവർ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനലൈസിസ് ചെയ്യും. സോ അതിൽ നിന്ന് നമുക്ക് ഇന്ന് എന്തായാലും ആഡ് ചെയ്യാം. ഓക്കെ, അത് ലാസ്റ്റ് ഞാൻ എന്തായാലും അനലൈസിസ് ഷെയർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമ്മുടെ നിഫ്റ്റി അനലൈസിസ്. നിഫ്റ്റി ഈ ചാനൽ എന്തായാലും ഇപ്പോൾ റെഗുലറാണ്, എല്ലാവർക്കും അറിയാമല്ലോ. സോ ഈ ചാനലിൽ പോയി ഡിലീറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ചാനലിൽ ഇപ്പോൾ ആവശ്യം വരില്ല. ഇതിൻ്റെ എന്തായാലും ബ്രേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ബ്രേക്ക് സസ്റ്റെയിൻ ആവുന്നുണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ഇന്നലത്തെ അനലൈസിസ് ഞാൻ സ്പെഷ്യലി എടുത്ത് പറഞ്ഞായിരുന്നു. നമ്മുടെ ക്യാൻഡിൽ വൺ ഡേ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ഡേ ക്യാൻഡിൽ ഇതൊരു ഡോജി ആണ് ഫോം ആയത്. സോ ഇതിൻ്റെ ഹൈ ആൻഡ് ലോ ഇതിൻ്റെ ബിലോ മാത്രമേ ഉള്ളൂ ഫർദർ മൂവ്. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് ഇന്നലത്തെ വീഡിയോ ഒന്നുകൂടി പോയി ചെക്ക് ചെയ്യണം. സോ ഇന്നലത്തെ ഹൈ ആൻഡ് ലോയുടെ അകത്ത് തന്നെയാണ് ഇന്ന് പ്രൈസ്. ഞാനതുകൊണ്ട് കമൻറ്റ് സെക്ഷനിൽ രണ്ടാമത്തെ വീണ്ടും ഇന്ന് ആക്ച്വലി ലൈവ് മാർക്കറ്റ് ഞാൻ മോർണിംഗ് ഉച്ചയ്ക്കാണ് തോന്നുന്നത്. അപ്പോൾ ഈ പ്രൈസ് ഇവിടെ വന്നപ്പോൾ ഞാൻ ഒന്നുകൂടി കമൻറ്റ് ചെയ്തായിരുന്നു, ബി കെയർഫുൾ, യെസ്റ്റർഡേ ലോ നിയർ ആണ് ഇപ്പോൾ മാർക്കറ്റ്. ഇവിടെ നിന്നായിരിക്കും ബാക്കി ഫർദർ ഡിസിഷൻ വരുന്നത്. ബട്ട് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് കയറിയേ ഉള്ളൂ. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് കയറിയിട്ടുള്ളൂ, ഇറങ്ങിയിട്ടില്ല. ഓക്കെ, സോ സപ്പോർട്ട് സ്റ്റിൽ വീക്ക് ആയിട്ടില്ല. പ്രൈസ് ഒന്നും നടന്നിട്ടില്ല മാർക്കറ്റ്. ബട്ട് വൺ ഡേ ചാർട്ടിലും ഒന്നുകൂടി പോയി നോക്കുകയാണെങ്കിൽ വൺ ഡേ ചാർട്ടിൽ ഇന്ന് ഈ ക്യാൻഡിൽ കണ്ടോ, സെയിം ഇതിൻ്റെ അകത്താണ് ഓൾമോസ്റ്റ് ആൻഡ് ഓപ്പൺ ഇസിക്കൽ ടു ഹൈ ആണ്. സോ വീക്ക്നെസ് ആണ് ഷോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, വീക്ക്നെസ് ആണ് ഷോ ചെയ്തിരുന്നത്. ബട്ട് വീക്ക്നെസ് വരുന്നത് എപ്പോഴാണ്? നമ്മുടെ ഈ ലോ, യെസ്റ്റർഡേ ലോ ഞാൻ പറഞ്ഞായിരുന്നു, അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ വീക്ക്നെസ് വരുള്ളൂ. ഷോ ചെയ്യുന്നത് വേറെയാണ്. ഷോ ചെയ്യുന്നത് അത് ആക്ച്വലി അവർ കാണിക്കാൻ വേണ്ടിയാണ് ഷോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മുടെ അനലൈസിസ് കിടക്കാം. ഞാൻ ആക്ച്വലി ഇനി ഫർദർ മൂവ് കാണുന്നത്, ഫസ്റ്റ് നമ്മുടെ റെസിസ്റ്റൻസ് ബാക്കിയെല്ലാം ഓക്കെയാണ്, ചേഞ്ചസ് ഒരു വരുന്നില്ല. ഓക്കെ, ഇനി പറഞ്ഞത് ഒരു എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ടൈപ്പ് ആണ് ഇതിങ്ങനെ ഒരു കാണുന്നത്. എനിക്ക് ആകെ ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഫുൾ ഫർദർ മൂവ്, ഈ മൂവ് കംപ്ലീറ്റ് ആവുന്നത് ഇതിൻ്റെ ഇവിടെ ടച്ച് ആവണം. ഓക്കെ, നമ്മൾ ഈ ഡേ ഹൈയുടെ ഇവിടെ ടച്ച് ആണ്, അതാണ് ഫർദർ മൂവ് കംപ്ലീറ്റ് ആവുള്ളൂ. ബട്ട് ആവോ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ബട്ട് യെസ്, നാളെ മാർക്കറ്റ് ഓപ്പണിംഗ് ആണ്. മാർക്കറ്റ് ഓപ്പണിംഗ് നോക്കണം. ഇതിൻ്റെ അകത്താണെങ്കിൽ ഓപ്പണിംഗ് ഈ ഏരിയയിൽ ഫുൾ ഇതിൻ്റെ ഈ രണ്ട് നമ്മുടെ ഈ യെസ്റ്റർഡേ ഡേ ഹൈ ഓർ ഡേ ലോയുടെ അകത്താണെങ്കിൽ ക്യാൻഡിൽ ഓപ്പണിംഗ്. സോ നമ്മൾ ഒന്നും ചെയ്യേണ്ട, സ്കാൽപ്പിംഗ് മാത്രം ചെയ്യുക. ഞാനും സ്കാൽപ്പ് മാത്രം ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, സോ സ്കാൽപ്പ് മാത്രം ചെയ്യുക. നമ്മുടെ ഓപ്പണിംഗ് അവർ ഹ്യൂജ് തരുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു. വേണമെങ്കിൽ ജസ്റ്റ് ഒരു 1 hour ചാർട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അവർ എത്ര വാങ്ങിച്ചു, അവർ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് പ്രോഫിറ്റ് ബുക്ക് ഇപ്പോൾ ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സമയമായി, ബട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ആക്ച്വലി മാർക്കറ്റിൽ എന്താണെന്ന് അറിയാമോ, എന്തെങ്കിലും ന്യൂസ് ഫ്ലോ വന്നാലേ ബാക്കി മെയിൻ ഒരു ഫർദർ ഹ്യൂജ് മൂവ് വരത്തുള്ളൂ. ഓക്കെ, സോ ഇത്രയും ഫ്ലോ, ഈ തേർഡ് വേവിൽ ഇത്രയും ഫ്ലോയിൽ ന്യൂസ് വന്നു. സോ അവർ നന്നായിട്ട് ബൈ ചെയ്തു. ഇനി പോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഇത് നെക്സ്റ്റ് ലെഗിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ടതാണ്. ഓക്കെ, ഇനി വരുന്ന ലെഗിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ടതാണ്. ബട്ട് ആ പ്രോഫിറ്റ് ബുക്കിംഗ് എപ്പോഴാണ് വരിക? മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു റീസൺ വേണം, ന്യൂസ് എന്തെങ്കിലും വന്നാൽ മാത്രം ശരിക്കും നല്ല ഒരു പ്രോഫിറ്റ് ബുക്ക്, അല്ലെങ്കിൽ സ്ലോലി മൂവ് ആയിരിക്കുള്ളൂ. നമുക്ക് ഇൻട്രാഡേ പ്ലേയേഴ്സ് ഓർ നമ്മുടെ പോലത്തെ റിട്ടേണേഴ്സ്ക്കും ഒന്നും കിട്ടത്തില്ല. സ്കാൽപ്പിംഗ് മാത്രമേ കിട്ടുള്ളൂ. അത് നമുക്ക് മാത്രം പിടിക്കുക. അത് സഡൻ എടുക്കാം, ചെറിയ പോയിന്റ്, സഡൻ മൂവ്, എല്ലാം സഡൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് മാറാം എടുത്തിട്ട്. ഞാനും അങ്ങനെ തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടാൽ അറിയാൻ, എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാലുണ്ട്, നിങ്ങൾക്കും ഇൻ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇന്ന് മൂവ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഹൈ ആൻഡ് ലോ മാർക്ക് ചെയ്താൽ ഓരോരോ ഫ്ലോയുടെ ഓരോരോ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാൻ പറ്റും, ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇന്ന് എന്താ കാൽക്കുലേറ്റ് ചെയ്തത് ജസ്റ്റ് ഒന്ന് ഞാൻ ഷെയർ ചെയ്തേക്കാം. യെസ്റ്റർഡേ ലോ ആൻഡ് ഹൈ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, റൈറ്റ്. സോ എനിക്ക് ഇന്ന് മെയിൻ മറ്റേ ഇത് കിട്ടിയത് എവിടെ നിന്നറിയാമോ? ഒരു ട്രേഡ് കിട്ടിയത് ഈ ഒരു പോർഷൻ ഇവിടെ ആണ് ഒരു ട്രേഡ് കിട്ടിയത്. അത് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഈ ലെഗ് നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫിബൊനാച്ചി ഓക്കെ
ഫിബൊനാച്ചി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ലെഗ് കറക്റ്റ് 100% തന്നെ വരുന്നു, അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു. ഈ ലെഗ് ആക്ച്വലി ഫോർത്ത് ലെഗിൻ്റെ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പാൻഡിങ് ട്രയാങ്കിളിൽ ഇത്രേ വരാവുള്ളൂ. ഓക്കെ, മാക്സിമം ഇത്രേ വരാവുള്ളൂ. ഇവിടുന്ന് പിന്നെ ബൈ തന്നെ വരേണ്ടതാണ് മാക്സിമം, കാൻഡിൽ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തില്ലെങ്കിൽ. ഓക്കെ, ശരിക്കും ഇതിൻ്റെ 81% ആണ്. 81% ഇതിലുണ്ടല്ലോ, 81% ഇവിടുന്ന് ബൈ കൊണ്ടു, ഇവിടുന്ന് സപ്പോർട്ട് എടുത്തു, ബട്ട് വീണ്ടും ഒരു ട്രാപ്പ് ചെയ്തു, എന്നിട്ട് താഴേക്ക് കൊണ്ടുവന്നു, എന്നിട്ടാണ് ഇവിടുന്ന് ബൈ ചെയ്തത്. കാരണം ഇവിടുന്ന് ഈ ലെഗ് ഫെർദർ താഴേക്ക് പോകാൻ പാടില്ല. ആ ടാർഗറ്റ് ഇതിൻ്റെ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. താഴേക്ക് വന്നാലും മുകളിലേക്ക് തന്നെ പോകേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണ് കാൽക്കുലേഷൻസ്. ബട്ട് മാർക്കറ്റാണ് ട്രാപ്പ് ചെയ്തിട്ടേ പോകുള്ളൂ, അതാണ് മാർക്കറ്റിൻ്റെ. സോ നമ്മൾ ഇവിടെ നോക്കിയിട്ട് വേണം എന്തെങ്കിലും കാൽക്കുലേഷൻ കാര്യങ്ങൾ ചെയ്യാൻ. നമ്മളിപ്പോൾ സൈഡ് വേസ് മാർക്കറ്റാണ്. സോ ഞാൻ ഈ സ്കാൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഇവിടെ നിന്ന് ബൈ എടുത്തു. എൻ്റെ ഒരു ടാർഗറ്റ് നിയർ 50% ആണ്. ഇപ്പോൾ കണ്ട ഈ ഫിബൊനാച്ചിയുടെ 50% റീഡ്സ് ഇവിടെ നേരത്തെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കണ്ടോ, സൂം ചെയ്ത് ഞാൻ കാണിച്ചാൽ ഈ റെസിസ്റ്റൻസ്. സോ ചാൻസസ് ഉണ്ടാവും ഇവിടെ നിന്ന് ബൈ ചെയ്താൽ അവിടെ പോയി 50% ഫിബൊനാച്ചിയുടെ റൂളാണ്. 50% അബവ് പോയാൽ മാത്രമേ ഫർദർ അപ്സൈഡ് കിട്ടും. സോ ഇതിൻ്റെ ഇവിടെ വന്നപ്പോൾ ഞാനും ബുക്ക് ചെയ്തു. കാരണം വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഹ്യൂജ് എക്സ്പെക്ട് ചെയ്യില്ല സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ മാക്സിമം നമ്മുടെ പ്രോഫിറ്റ് നമ്മുടെ റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ മാറേണ്ടതാണ്. സോ ഞാൻ ഈ 50% നോക്കി, പിന്നെ ഇവിടുത്തെ ഈ റെസിസ്റ്റൻസ് നോക്കി അവിടെ ഞാൻ ഇറങ്ങി. അതാണ്. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് താഴേക്ക് വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു, അത് വരേണ്ടതാണ്. ഇവിടെ മൂവ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് നമ്മൾ മൂവ്സ് ഉണ്ടായിരുന്നു. 1 2 3 4 5 മൂവ്സ് ആണ്. പിന്നെ ഇവിടെ നിന്ന് 5 മൂവ്സ് കഴിഞ്ഞിട്ടാണ് പ്രോഫിറ്റ് ബുക്കിംഗ് വരാറുള്ളൂ. ആ പ്രോഫിറ്റ് ബുക്കിംഗ് എവിടെ വരേണ്ടതാണ്, നമുക്കത് ഫിബൊനാച്ചി വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ബട്ട് അത് ഇൻ ഫ്യൂച്ചർ ഉള്ള കാര്യമാണ്. അത് ഞാൻ അതെല്ലാം പറയുന്നത്, നിങ്ങൾ പ്ലീസ് എല്ലാവരും കൂടി പ്ലേലിസ്റ്റിൽ പോയി എല്ലാം ഈ ബേസിക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാലും ബാക്കി മുമ്പിലോട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കൂടെ എനിക്ക് ആ ഒരു ബാക്കി അനാലിസിസ് വീഡിയോ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. യെസ്, നിങ്ങൾ അതൊക്കെല്ലാം ബേസിക്കെല്ലാം ബൈ ഹാർട്ടായി ഓൾമോസ്റ്റ് നിങ്ങളതിനകത്ത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് എനിക്ക് ബാക്കി മുകളിലോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് അത് ഫുൾ പ്ലേലിസ്റ്റിൽ പോയി എന്തായാലും അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം, ബൈ ഹാർട്ട് ചെയ്യുക. നമ്മുടെ ചാർട്ടിൽ അത് കറക്റ്റായിട്ട് ചാർട്ടിൽ യൂസ് ചെയ്യാൻ തുടങ്ങുക. എന്നിട്ടാണ് നമുക്ക് മുമ്പിലോട്ട് പോകാം. ഓക്കെ, സോ ഇത്ര അനാലിസിസ് ഞാൻ ഷെയർ ചെയ്തതൊന്നും കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, യെസ്, നാളെ RSIയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI നമ്മുടെ RSIയിൽ പ്രൈസ് അവിടെ ഫ്ലാറ്റ് തന്നെയാണ്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ബട്ട് RSI ഡൈവർജൻസിലാണ്. RSI വീക്ക്നെസ് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ 1 അവർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 അവർ ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നോക്കിക്കോ, 1 അവർ ചാർട്ടിൽ പ്രൈസ് സ്റ്റിൽ അവിടെ സ്റ്റക്കാണ്. ഓക്കെ, പ്രൈസ് സ്റ്റിൽ ആ ഒരു ഏരിയ സ്റ്റക്കാണ്. ബട്ട് RSI താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ RSI എന്താ കാണിക്കുന്നത്, RSIയുടെ ഇത് RSI ആണ്. ഈ വോയിലറ്റ് ലൈനാണ് RSI, ഈ യെല്ലോ ലൈനാണ് മൂവിങ് എവറേജ്. RSIയുടെ മൂവിങ് എവറേജസ് ആണ്. ഓക്കെ, മൂവിങ് എവറേജ് ലൈൻ. സോ RSI ഇപ്പോൾ ഇവിടെ കിടക്കുന്നത് നമ്മുടെ മൂവിങ് എവറേജസിൻ്റെ ബില്ലോ ആണ് കിടക്കുന്നത് RSI. സോ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ 1 അവർ ചാർട്ടിൽ RSI ഇതിൻ്റെ അബവ് സസ്റ്റെയിനിൽ മാത്രമേ ഫർദർ അപ്സൈഡ് കാണുന്നുള്ളൂ. ഓക്കെ, സോ RSIയുടെ ഉദ്ദേശം ഇപ്പോൾ ഇതാണ്. ഇനി സ്പോട്ടിലേക്ക് വരാം. ഓക്കെ, ഇനി സ്പോട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. സ്പോട്ടിൽ എങ്ങനെയാണ്, സ്പോട്ട് ചാർട്ടിൽ 1 അവർ ചാർട്ട് ഈ റെസിസ്റ്റൻസിൻ്റെ അബവ്, ഈ 2 റെസിസ്റ്റൻസ് ആണ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരത്തെ. സോ ഈ റെസിസ്റ്റൻസിൻ്റെ അബവ് 24,400 കൂട്ടിക്കോ. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ഫർദർ അപ്സൈഡ് കിട്ടും 24,500 വരെ. ഓക്കെ, സോ പ്രൈസ് അത് അവിടെ സസ്റ്റെയിൻ ആയാൽ മാത്രമേ. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും അവിടുത്തെ റിജക്ഷൻ കിട്ടും. അത് ചിലപ്പോൾ പ്രൈസ് പിന്നെ താഴേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, 15 മിനിറ്റ് ചാർട്ടിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സപ്പോർട്ട് ഇനി കുറച്ചുകൂടി ബെറ്റർ ആണ് ഇന്നത്തെ ലോ ആക്കാൻ. ഓക്കെ, ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഇന്നത്തെ ലോ ആക്കാനാണ് കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഹൈ ഇതാണ് ഇന്നത്തെ ഈ ഒരു ഹൈ എക്സ്പാൻഡിങ് ട്രയാങ്കിളാണ്. സോ എക്സ്പാൻഡിങ് ഫസ്റ്റ് ഓപ്പണിംഗ് ചിലപ്പോൾ ഫ്ലാറ്റ് പോയിട്ട് മുകളിൽ പോയിട്ട് പിന്നെ റിജക്ഷൻ തരും, ഓർ അവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകും. അതാണ് നമുക്ക് നാളെ ആക്ച്വലി നോക്കേണ്ടത്. ഓക്കെ, റെസിസ്റ്റൻസ്, യെസ്, ഈ റെസിസ്റ്റൻസ് ഞാൻ ഇവിടുത്തെയാണ് ആ റെസിസ്റ്റൻസ് കൊടുത്തിരിക്കുന്നത് 24,380. ഓക്കെ, ഇതിൻ്റെ അപ്പോൾ പ്രൈസ് സസ്റ്റെയിൻ ആയാൽ ദെൻ ഈസിലി മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാവും. 24,500 അത് നല്ല ഒരു റിജക്ഷൻ സോണാണ്. അത് എവിടുത്തെ സോണാണ്, ഇത് ഇവിടുത്തെ ആണ് കേട്ടോ റിജക്ഷൻ. 1 2 3 4 5 6. സോ അത് ഈസിലി അത് ഇപ്പോൾ ബ്രേക്ക് ചെയ്തില്ല. ഈസിലി ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസസ്
ഉണ്ടാവില്ല. മേ ബി അവിടെ പോയാൽ ചിലപ്പോൾ അവിടുത്തെ റിജക്ഷൻ ഓർ താഴേക്കൊന്ന് കൺസോളിഡേഷൻ ദെൻ ആണ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. ഒറ്റയടിക്ക് ഇച്ചിരി പണിയായിരിക്കും ബ്രേക്ക് ഔട്ട് തരാൻ, ഇച്ചിരി പണിയായിരിക്കും. കാരണം അത് കണ്ടത് ഇവിടെ നിന്ന് റിജക്ഷനാണ് സ്റ്റാർട്ട് ചെയ്യും. 1 2 3 4 5 ടൈംസ് ഒത്തിരി ആയിട്ടുണ്ട്. നമ്മൾ 15 minutes ടൈം ഫ്രെയിമിൽ നോക്കുന്നത് നല്ലൊരു റിജക്ഷൻ സോണാണ്. സോ പ്രൈസ് ഫസ്റ്റ് ടൈം സഡൻ അവിടെ എത്തിയാൽ അവിടെ നിന്ന് ഫോൾ തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. 1 hour ചാർട്ടിൽ നമ്മുടെ ഈ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ട് ഞാനെന്ന് കാണിച്ചായിരുന്നു. ഈ ട്രെൻഡ് പേജ് എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലെക്കിൻ്റെ എക്സ്റ്റെൻഡഡ് ഫിബൊനാച്ചി വെച്ചിട്ട് ഞാൻ കാണിച്ചായിരുന്നു. ദാറ്റ് മീൻസ് പ്രൈസ് ഇപ്പോൾ 261% ആ ഒരു ടാർഗറ്റ് അവിടെ അടിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, താഴെ സപ്പോർട്ട് ചെയ്താണ്. താഴെ ഇത് കണ്ടോ 200%, ഇത് കണ്ടോ 200%. സോ അതാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയ, മനസ്സിലായോ? സോ ഇത് സപ്പോർട്ടാണ്, അത് റെസിസ്റ്റൻസ് ആണ് ഫിബൊനാച്ചിയിൽ തന്നെ കണ്ടോ. സോ ഈ രണ്ടിൻ്റെ ഇടയിലാണ് പ്രൈസ് ഇപ്പോൾ സ്റ്റക്കായി കുടുങ്ങിയിരിക്കുന്നത് ഇൻ ഷോർട്ട്. ഓക്കെ, സോ ഫർദർ മൂവ് ഇതിൻ്റെ അബവ് ഓർ ഇതിൻ്റെ ബിലോ മാത്രമേ കിട്ടുകയുള്ളൂ. ശ്രദ്ധിക്കണം, ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. ട്രാപ്പിംഗ് ഓൺ ഹൈ ആയിരിക്കും. ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മാത്രമേ ഫർദർ മൂവ് താഴേക്ക് കിട്ടും. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം. ഫിബൊനാച്ചി ബാക്കി ലെവൽസ് ഞാൻ പ്രോപ്പർലി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ലെവൽസ് എല്ലാം പ്രോപ്പറാണ് കണ്ടോ. അപ്പോൾ ഇതൊക്കെ എല്ലാം 23,990, 24,000 റൗണ്ട് നമ്പർ ആയിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് 23,920. ഈ ഒരു റെഡ് ക്യാൻഡിൽ ശ്രദ്ധിക്കണം. ഇതൊരു ബൈങ് സോൺ ആയിരിക്കുള്ളൂ. ഇൻ കേസ് ഇവിടെ പ്രൈസ് വന്നാൽ ഇത് OB ആണ്, ഓർഡർ ബ്ലോക്ക് ആണ് കേട്ടോ. ഓർഡർ ബ്ലോക്ക് ആണ്. ഞാനിപ്പോൾ തന്നെ അത് ഗ്രീൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, കൺഫ്യൂഷൻ വരേണ്ട കേട്ടോ. ഇൻ കേസ് റെക്ടാങ്കിൾ ഈ റെഡ് ക്യാൻഡിൽ ഇത് OB ആണ് കേട്ടോ. സോ ഇവിടെ വന്ന ഷോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. പ്രൈസ് ആക്ഷൻ ബേസിൽ നമുക്ക് ശരിക്കും ഇവിടുന്ന് മുകളിലേക്ക് തന്നെ നോക്കാവുള്ളൂ. ഓക്കെ, യെസ്, ഇത് ഓർഡർ ബ്ലോക്കാണ്, OB ആണ്. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇങ്ങനെ വെക്കണം. യെസ്, ഗുഡ്. ഓക്കെ, സോ വേറെ ഇതിനകത്ത് ഒരു പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. ഇതിൻ്റെ അഭാവമാണെങ്കിൽ മാത്രമേ ഫർദർ അപ്പ് സൈഡ്, ഇതിൻ്റെ ബിലോ ആണെങ്കിൽ പ്രൈസ് ഇവിടെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇപ്പോൾ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ഇതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ റെഗുലർ ബേസിസിൽ മാത്രമേ ഞാൻ മുകളിലേക്ക് നോക്കുന്നുള്ളൂ ഇപ്പോൾ. ഓക്കെ, ഇനി വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് കിടക്കാൻ കുഞ്ഞ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുത്. റെഗുലർ ബേസിസിൽ ഇൻട്രാഡേ ലെവൽസ് ഡെയിലി ഞാൻ മിസ് ചെയ്യാതെ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. സോ അലൗൺ ചെയ്യുക, അൺ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരുടെ കൂടെ ഷെയർ ചെയ്യും. ഓക്കെ, യെസ്, ബാങ്ക് നിഫ്റ്റിയിൽ ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഓപ്പണിംഗ് തന്നെ നമ്മുടെ റെസിസ്റ്റൻസിൻ്റെ അവിടെയാണ്. അതും അത് തന്നെ കണ്ടോ, വീക്ക് ഓപ്പണിംഗ് ആണ്. ഓപ്പൺ ഈസിക്കൽ ടു ഹൈ മീൻസ് വീക്ക് ഓപ്പണിംഗ് ആണ്, ഓപ്പൺ ഈസിക്കൽ ടു ഹൈ. ഓക്കെ, സോ ഇത് ഒരു എക്സ്പാൻഡിങ് ചാനലാണ്. ബാങ്ക് നിഫ്റ്റിയിൽ തന്നെ എക്സ്പാൻഡിങ് ചാനലാണ് ഇൻ ഷോർട്ട് ഇത് പറയാറുള്ളൂ. ഓക്കെ, ഇതിനകത്തും ഇത് തന്നെ ഈ ഒരു അപ്പ് മൂവ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ വരെ അത് അവിടെ വരെയും പോകാം, ഇവിടെ വരെയും പോകാം. രണ്ട് ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ടാവും. ഇവിടെ വരെ ഈ റെസിസ്റ്റൻസ് ഫസ്റ്റ്, ഓക്കെ, സെക്കൻഡ് റെസിസ്റ്റൻസ് ആ ഈ ഒരു ഹൈ എവിടെ വരെ പോകുന്നു നമ്മൾ ശ്രദ്ധിക്കണം. വീക്ക്നെസ് വരുന്നത് ഈ ലോ ബ്രേക്ക് ശരിക്കും 51,775 ബിലോ പോയാൽ മാത്രമേ ഫർദർ ഒരു വീക്ക്നെസ് ഉള്ളൂ. ഇടയ്ക്കൊരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് 52,000 ആയിരിക്കും കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പ്രൈസ് സസ്റ്റെയിൻ ആണ് കേട്ടോ 52,000 ബിലോ. എന്നിട്ടേ ബാക്കി ഫർദർ ഫോൾ കാണുകയുള്ളൂ ടു 51,775. ഇതിൻ്റെ അഭാവമാണെങ്കിൽ കുറച്ചുകൂടി മോർ ഫോൾ, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള പരിപാടി ഉണ്ടാവും. ഇതൊക്കെ ഞാൻ യെസ്റ്റർഡേ വീഡിയോയിൽ കൊടുത്ത ലെവൽസ് ആണത്. കണ്ടോ. സോ ഓപ്പണിംഗ് അവിടെ തന്നെ റെസിസ്റ്റൻസിന് അവിടെ. സോ ഫോൾ വന്നു. ഇതും ബ്രേക്ക് ചെയ്താണ് താഴേക്ക്. ദെൻ വീണ്ടും അവിടെ 5 minutes ഇവിടെ നോക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴേക്ക് വന്നേക്കാനെ. ഓക്കെ, ഇതാണ് നോക്കിക്കോ. ക്രോസ് ചെക്ക് ചെയ്യണം നിങ്ങൾ എല്ലാം. നമ്മുടെ ഇത് എല്ലാം ക്രോസ് ചെക്ക് ചെയ്യണം, എന്നിട്ടേ ശരിയാവുള്ളൂ കേട്ടോ. ബാങ്ക് നിഫ്റ്റിയിൽ വേറെ പ്രത്യേകിച്ച് പറയാനില്ല. ബാങ്ക് നിഫ്റ്റിയിൽ എക്സ്പെൻഡിങ് ചാനലാണ്. പ്ലസ് ഈ ഒരു സപ്പോർട്ട് ലൈനിൻ്റെ താഴെ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടി റണ്ട് ഇൻഡെക്സിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ഹ്യൂജ് വോള്യൂമാണ്. ഇന്നലെ ലാസ്റ്റ് ക്ലോസിങ് വന്ന ഹ്യൂജ് വോള്യൂമാണ് റണ്ട് ഇൻഡെക്സിൽ. ഓക്കെ, നിഫ്റ്റിയിൽ ബാങ്ക് ഐ തിങ്ക് ഓൾ ഇൻഡെക്സിലായിരിക്കുള്ളൂ. ബാങ്ക് നിഫ്റ്റി ആണ് മോസ്റ്റ്ലി കണ്ടെങ്കിൽ. സോ ഈ ഒരു വോള്യൂമിൻ്റെ മൂവ് നമുക്ക് കാണാൻ കിടക്കുന്നുള്ളൂ. അത് പോസാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ. ഓക്കെ, ബി കെയർഫുൾ, പോസാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. സോ ബുളിഷ് ഒത്തിരി ആവാനില്ല ഇവിടുന്ന്. ഞാൻ ഇവിടുന്ന് അധികം ബുളിഷ് അല്ല. ഫസ്റ്റ് റിജക്ഷൻ വീഴും താഴേക്ക് വന്നിട്ടേ പിന്നെ ബുള്ളിഷ് ഉള്ളൂ.
ഓവറോൾ ഇപ്പോൾ സ്ട്രക്ചർ ചേഞ്ച് ആയിട്ടുണ്ട് ഓൾമോസ്റ്റ് വേറെ ചേഞ്ചസ്. കാരണം നമ്മുടെ നിഫ്റ്റിയിൽ ചാനൽ ബ്രേക്ക് ഔട്ടായി. ബാങ്ക് നിഫ്റ്റി റെസിസ്റ്റൻസിൻ്റെ ഈ ഒരു മേജർ റെസിസ്റ്റൻസിൻ്റെ അവിടെ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇവിടുന്ന് എടുത്ത ആൾ ഇത്ര വരെ പോയാൽ താഴേക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. എന്നിട്ടേ പിന്നെ ബാക്കി ഫ്രഷ് ബൈങ് ജനറേറ്റ് ആവുള്ളൂ. ഓക്കെ, സോ അതിനുവേണ്ടി എല്ലാവരും റെഡി ആവണം. ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് മോസ്റ്റ്ലി മാക്സിമം എല്ലാ ഇൻഡെക്സിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് എന്ന് വരുമെന്ന് നമുക്ക് പറയാനില്ല. നമ്മുടെ ലെവൽസ് നോക്കിയിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി നമ്മുടെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി പോകാം കേട്ടോ. യെസ്, ഇത് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വ്യൂവർ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. സോ നിങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും സ്റ്റോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓർ വേറെ ചാർട്ട് എന്തെങ്കിലും അതിനകത്ത് അനാലിസിസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ചാർട്ട് കമൻറ്റ് സെക്ഷനിൽ നിന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഞാൻ ആ ഒരു ചാർട്ട് അനാലിസിസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുള്ളൂ. മോസ്റ്റ്ലി ഞാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ചെയ്യാറുള്ളൂ. സോ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഇൻഡെക്സിൻ്റെ ഒരു എന്തെങ്കിലും ഒരു സ്റ്റോക്കിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുന്നത് കേട്ടോ. മിഡ് ക്യാപ് നിഫ്റ്റി ഓൾമോസ്റ്റ് അത് തന്നെയാണ്. മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ കാണുകയുള്ളൂ. ഹൈ വരുന്നത് ഈ ഒരു ഹൈ കഴിഞ്ഞിട്ടായിരിക്കും മോർ ഫർദർ ഫോൾ. ഓക്കെ, ഇനി വേറെ ഇതിനകത്ത് പറഞ്ഞ സഡൻ ഒരു റെസിസ്റ്റൻസ് ആണ് നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റിയുടെ ഇത്. ഓക്കെ, റെസിസ്റ്റൻസ് ആണ് മിഡ് ക്യാപ് ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ. ഓക്കെ, ഇനി ഇതിനകത്ത് എനിക്ക് ഈ പറയാനുള്ളത് മിഡ് ക്യാപ് നിഫ്റ്റിയിൽ ശരിക്കും മിഡ് ക്യാപ് നിഫ്റ്റിയും എനിക്ക് ഇത്ര ബുള്ളിഷ് തോന്നിയില്ല കേട്ടോ. 12,670 റിജക്ഷൻ തോന്നുന്നു തന്നെ ആയിരിക്കുള്ളൂ. മിഡ് ക്യാപ് നിഫ്റ്റി ഇവിടെ കിട്ടുവാണെങ്കിൽ ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ആവാൻ ചാൻസ് കുറവാണ്. താഴേക്ക് തന്നെ വരേണ്ടതാണ് മിഡ് ക്യാപ് നിഫ്റ്റിയും. വലിയ ബുള്ളിഷ്നെസ് ഒന്നുമില്ല. 1 ഡേ ചാർട്ടിലൊന്നും നോക്കട്ടെ. 1 ഡേ ചാർട്ടിലും വീക്ക്നെസ് ആണ് കേട്ടോ, വീക്ക്നെസ് ആണ്. സോ ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഫർദർ ഫോൾ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ബട്ട് ആ ഒരു ഇത് ബ്രേക്ക് ചെയ്യണം. ഈ ലോ ഇത്ര വരെ വരാനുള്ള ചാൻസസ്, ആ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ 12,450 460 ഇതിൻ്റെ ബിലോ പ്രൈസ് പോയാൽ, കാരണം ഇത് വീക്സ് ആണ്. ഓക്കെ, ഇത് ബൈങ് വീക്കാണ്. ഇവിടുന്ന് ആരോ ഹ്യൂജ് ക്വാണ്ടിറ്റി ഇട്ടായിരുന്നു, അതാണ് പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത്. സോ ഈ ഒരു ലെവൽ ഇത് ഫുൾ ബൈങ് സോൺ ആണ്. നമ്മൾ ഇവിടുന്ന് ആരെങ്കിലും മറ്റേ ഇത് ഷോർട്ട് ചെയ്യണമെങ്കിൽ സോ ഇവിടെ വരുമ്പോൾ ബുക്ക് ചെയ്യണം 12,500. കാരണം ഈ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ബൈങ് സോൺ ആണ്. ഫർദർ ഫോൾ ഇതിൻ്റെ ബിലോ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഈ വിഗ് എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് ടൈം ഫ്രെയിമിൽ വന്നാലും 15 മിനിറ്റ്സ് ആയാലും 30 മിനിറ്റ്സ് 1 അവർ ഇങ്ങനത്തെ ഒരു വിഗ് ഇത് കണ്ടോ, ഇത് ബൈങ് സോൺ ആയിരിക്കും. ഇവിടുന്ന് ഒരു ബൈങ് പ്രൈസ് താഴേക്ക് വന്നു. ഓക്കെ, പിന്നെ ഇവിടുന്ന് ഒരു ബൈങ് ജനറേറ്റ് ചെയ്തു. ആ പ്രൈസ് ഇതിൻ്റെ അടുത്തുപോലെ വരാതെയാണ് മുകളിലേക്ക് പോയത്. അതാണ് ഇതിൻ്റെ ഒരു ലോജിക്. ക്യാൻഡിൽസിൻ്റെ ലോജിക് വരെ നിങ്ങളുടെ കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഓക്കെ, സോ അതൊന്ന് ശ്രദ്ധിക്കുക. സോ ഇതിൻ്റെ അബവ് ഇപ്പോൾ ഐ തിങ്ക് സസ്റ്റെയിൻ ആവാൻ ചാൻസ്. RSI നോക്കുകയാണെങ്കിൽ RSI 1 അവർ ചാർട്ടിൽ നോക്കുക. RSI ഇത് കണ്ട വീക്കാണ്, ക്രോസ് ഓവർ ആയിട്ടുണ്ട്, വീക്കാണ്. ഓക്കെ, സോ അതിൻ്റെ അബവ് പ്രൈസ് സസ്റ്റെയിൻ ആവാൻ ചാൻസ് കുറവാണ്. ആയാൽ നമ്മൾ എല്ലാത്തിനും റെഡി.